ഇങ്ങനെ പിന്നെങ്ങനെ? കമ്മ്യൂണിസം ഒരു മതമാണോ? കമ്മ്യൂണിസം ഒരു മതമാണെന്ന് മാത്രമല്ല, കമ്മ്യൂണിസം ഒരു സമാധാന മതമാണ്. നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സെക്യുലർ പാർട്ടിയല്ല, അതൊരു ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയസ് പാർട്ടിയാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാൻ പോണത് പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഞാൻ ഒരുപാട് പോയിന്റ്സ് ഞാൻ ഇവിടെ നിരത്താൻ പോവാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയസ് പാർട്ടിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. നമ്മൾ ലോക റിലീജിയൻസിന് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിലീജിയൻ ഇസ്ലാമാണ്. ഏറ്റവും മേജർ ലേറ്റസ്റ്റ് റിലീജിയൻ ഇസ്ലാം എന്തിന്റെ മുകളിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്? ഖുറാന്റെ മുകളിൽ. അതേമാതിരി തന്നെ കമ്മ്യൂണിസം ഏതിന്റെ മുകളിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്? ദാസ് ക്യാപിറ്റലിന്റെ മുകളിൽ. ഇസ്ലാമില് പ്രോഫറ്റ് മുഹമ്മദ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റില് പ്രോഫറ്റ് കാൾ മാർക്സ് ഉണ്ട്. പ്രോഫറ്റ് കാൾ മാർക്സ് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് എല്ലാം വേദവാക്യം. അതുപോലെ തന്നെ ഈ രണ്ട് മതങ്ങളും ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളെ ഗ്രൂം ചെയ്യും. അതായത് ഇസ്ലാം ആണെങ്കിൽ കുട്ടികളെ മദ്രസയിൽ അയച്ചിട്ട് ഖുറാൻ പഠിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പാർട്ടി ക്ലാസ്സുകളിൽ കമ്മ്യൂണിസം പഠിപ്പിക്കും. രണ്ട് കൂട്ടരും അവരുടെ ഐഡിയോളജി ഡ്രില്ല് ചെയ്ത് തലയിലേക്ക് കയറ്റുകയാണ് ചെറുപ്പം തൊട്ട് തന്നെ. ശരിയല്ലേ? ഇസ്ലാമിലാണെങ്കിൽ ദൈവം അള്ളയാണ്, കമ്മ്യൂണിസ്റ്റിൽ ദൈവമില്ല. ഈ രണ്ട് കൂട്ടർക്കും ദൈവം ഉണ്ടെന്നും ദൈവം ഇല്ല എന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദുക്കൾക്ക് ആർക്കെങ്കിലും ബ്രഹ്മാവാണ് ലോകം സൃഷ്ടിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെയാണ് യൂണിവേഴ്സ് ഉണ്ടായെന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ദൈവം ഉണ്ടെന്നുള്ളതും ഇല്ല എന്നുള്ളതും ഒരു ബിലീഫ് സിസ്റ്റം ആണ്. രണ്ടിനും പ്രൂഫ് ഇല്ല. പിന്നെ ഈ രണ്ട് മതങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിന് എവിടെയെങ്കിലും ഒരു മുസ്ലിമിന് ഏതെങ്കിലും രാജ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമുകൾക്കും അത് പെയിൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ പാലസ്തീനിലെ പ്രോബ്ലം ഇപ്പോൾ ലോകത്ത് എവിടെയൊക്കെ മുസ്ലിം ഉണ്ടോ അവർക്കൊക്കെ അത് പെയിൻ ആണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു കമ്മ്യൂണിറ്റിക്കാരന് ചൈനയിലോ റഷ്യയിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നോക്കുന്നത് ക്യൂബയിലേക്കും വെനിസ്വേലയ്ക്കാണ്. എന്തായാലും അവർക്കും ഭയങ്കര വിഷമാണ്. ഇനി ഈ രണ്ട് റിലിജൻസിനും മാത്രമായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ട്. ഈ രണ്ട് റിലിജനിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് റിലിജന് മാത്രമാണ് ക്രോസ് ബോർഡർ പൊളിറ്റിക്കൽ എംബിഷൻ ഉള്ളത്. ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിൽ അവരുടെ എംബിഷൻ നിൽക്കുന്നില്ല. കേരളത്തിലൊരു മുസ്ലിമിന് ലോകത്ത് മുഴുവൻ ഇസ്ലാമിക ഭരണം വരണമെന്ന താല്പര്യം. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെയാണ്? അവർക്ക് ലോകം മുഴുവൻ കമ്മ്യൂണിസം വരണം. നിങ്ങൾ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ എടുത്തു നോക്കൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെങ്കിൽ എത്ര പാർട്ടികളുണ്ട്? 900 പാർട്ടികളുണ്ട്. അവരൊക്കെ അവരുടെ ബൗണ്ടറിയിൽ നിൽക്കും. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇനി കേരള കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ TDP ആയാലും ശിവസേന ആയാലും അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി, അവർക്കൊന്നും ക്രോസ് ബോർഡർ എംബിഷൻ ഇല്ല. അവരുടെ എല്ലാവരുടെയും എംബിഷൻ ആ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഇസ്ലാമിനും കമ്മ്യൂണിസ്റ്റിനും മാത്രമാണ് ക്രോസ് ബോർഡർ എംബിഷൻ. അവർക്ക് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം. ശരിയല്ല ഞാൻ പറയുന്നത്? ഇതേപോലെ തന്നെ നമ്മൾ വേറെ റിലീജിയൻ എടുക്കുക. ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസം ആയാലും ബുദ്ധിസം ആയാലും ഒരു റിലീജിയനും ക്രോസ് ബോർഡർ എംബിഷൻസ് ഇല്ല. ഇത് പൊളിറ്റിക്കൽ എംബിഷൻസ് ഇല്ല. റിലീജിയൻ സ്പ്രെഡ് ചെയ്യുന്ന താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ പൊളിറ്റിക്കലായിട്ട് ഗവേൺ ചെയ്യുന്ന എംബിഷൻ ഉള്ളത് ആകെ കൂടി ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കൂട്ടർക്കും അവർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരു ഫ്രീഡവും ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ എവിടെന്ന് അടി വരുന്ന അറിയില്ല. ഞാൻ കുറെ നാൾ ഗൾഫിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് ഗവൺമെന്റിനെ കുറിച്ച് ഒന്നും പറയാനുള്ള ധൈര്യമില്ല. എന്തായാലും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യില്ല, എല്ലാം നല്ലതെന്ന് പറയുള്ളൂ. വേറൊരു തമാശയുണ്ട്. ഏതെങ്കിലും ഇസ്ലാമിക് കൺട്രിയിൽ കമ്മ്യൂണിസം അലവ് ചെയ്യോ? അലവ് ചെയ്യില്ല. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് കൺട്രി, അവരും ഇസ്ലാം അലവ് ചെയ്യില്ല. ഇപ്പൊ ചൈനയിൽ നോക്കൂ, വീഗർ മുസ്ലിംസിനെ കൊണ്ടിട്ടുള്ളത് ക്യാമ്പിലാണ്. ഒരു ഫ്രീഡവും ഇല്ല. അവരുടെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫാസിസ്റ്റ് ഭരണമാണ്. ഏറ്റവും വലിയ ഫാസിസം നടക്കുന്നത് ഇസ്ലാമിക് കൺട്രീസിലും കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലാണ്. അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ നല്ല അടിയാണ്. എവിടുന്ന വരാന്ന് അറിയില്ല. റീസൺ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവര് കഴിഞ്ഞ 100 കൊല്ലത്തിനുള്ളിൽ 100 മില്യൺ ആൾക്കാരെ കൊന്നത്, അല്ലെങ്കിൽ 10 കോടി ആൾക്കാരെ. ഏറ്റവും വയലന്റ് ആയിട്ടുള്ള റിലിജനാണ് കമ്മ്യൂണിസം. അത് കഴിഞ്ഞിട്ട് വേറെ റിലിജൻ ഉള്ളൂ. അവര് അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആരെ വേണമെങ്കിൽ വെട്ടി നിർത്തും. അതുമാതിരി തന്നെ ഈ ആക്ടിവിസം വളരെ ഹൈ ആയതുകൊണ്ട് ഈ രണ്ട് റിലിജൻസിലും യങ്സ്റ്റേഴ്സിനെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചോരത്തലപ്പുള്ള പ്രായത്ത് നല്ല സുഖമാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFIയിലായാലും എന്ത് പോക്രിത്തരം കാണിച്ചാലും കൂടെ പാർട്ടി നിൽക്കും. അതൊരു നല്ല ധൈര്യമാണ്. എവിടെ പോയാലും SFIക്കാരനാണെങ്കിൽ ഒരു ചങ്കൂറ്റാണ് കോളേജിൽ പഠിക്കുമ്പോൾ. ബാക്കി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നിട്ടും കാര്യമില്ല. തല്ലണമെങ്കിൽ SFIക്കാരനെ വേണം. നല്ല അടി എവിടുന്ന വരുമെന്ന് അറിയാൻ പറ്റില്ല. ശരിയല്ല പറയുന്നത്? പിന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഈ ഇസ്ലാമിക് കൺട്രീസിലും കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലും പ്രസ് ഫ്രീഡം 0 ആണ്. ജേർണലിസ്റ്റിലൊന്നും ഒരു ഫ്രീഡവും ഇല്ല. അവർക്ക് ഒന്നും എഴുതാൻ പറ്റില്ല.
മെയിൻലി ഇസ്ലാമിക് കൺട്രീസ് എടുക്കുകയാണെങ്കിൽ മെയിൻലി റൂളിംഗ് ഫാമിലീസ് ആണ്. ആ റൂളിംഗ് ഫാമിലീസിനൊക്കെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ പോയി. ഇപ്പൊ നിങ്ങൾ ആ ഖഷോഗിയുടെ കാര്യം വെച്ചോക്കോ, സൗദി അറേബ്യ ടർക്കിഷ് എംബസിയിലിട്ടാണ് ആളെ വെട്ടിക്കൊന്നത്. അത്രയും എക്സ്റ്റെൻഡ് ആയിട്ട് അവർ പോവാ. അപ്പൊ ജേർണലിസ്റ്റിനൊന്നും ഒരു രക്ഷയില്ല. ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത എഴുതിയാൽ എവിടെന്ന് അടിവരെന്ന് അറിയില്ല, അടിയിൽമോ നിന്നാ ഭാഗ്യം. അതേപോലെ തന്നെ എന്താണ് ഉണ്ടായത്? ഇസ്ലാം ആദ്യം നമ്മുടെ നാട്ടിൽ വന്നപ്പോ ഒരുപാട് അമ്പലങ്ങൾ തല്ലിപ്പൊളിച്ചു, പള്ളികൾ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, എന്നിട്ട് അവരവരെ മോസ്ക് പണിതു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്യുന്നത്? സെയിം കാര്യം തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്നത് അവർ സെക്യുലർ പാർട്ടിയാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾ കയറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് എന്തുകൊണ്ടാണ് ചെയ്തത്? അവര് അമ്പലം തകർക്കുന്നത് അകത്തുനിന്നാണ്, പുറത്തുനിന്നല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെന്താ ചെയ്യുന്നത്? എല്ലാ ചടങ്ങുകളും മുടക്കാൻ നോക്കുകയാണ്. ശബരിമല തൊട്ട് ഗുരുവായൂർ വരെ എടുക്കുകയാണെങ്കിൽ എല്ലാം എങ്ങനെയെങ്കിലും ആചാരങ്ങൾ തകർക്കാൻ പറ്റുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ നോക്കുന്നത്. ജയിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ സെക്യുലർ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അവർ സെക്യുലർ പാർട്ടിയല്ല, അവര് ഏറ്റവും വലിയ ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയസ് പാർട്ടിയാണ്. അത് അറിഞ്ഞിട്ട് നമ്മൾ അവരെ അമ്പലത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അവരുടെ ഉദ്ദേശവും പഴയ മുഗൾ എംപറേഴ്സിന്റെ മാതിരിയാണ്. മുഗൾ എംപറേഴ്സ് പോയി അമ്പലം ഫിസിക്കലായിട്ട് തകർത്തു. ഇവർ ഫിസിക്കൽ അല്ലാണ്ട് ഇവർ ഉള്ളിൽ നിന്ന് തന്നെ കാർന്നതിനാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊരു ട്രോജൻ ഹോഴ്സാണ് എല്ലാ അമ്പലങ്ങളിലും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ അമ്പലം ഭരിക്കുന്ന അവരാണ്. എല്ലായിടത്തും അവര് എങ്ങനെയും ആചാരങ്ങൾ തെറ്റിക്കാനാണ് നോക്കുന്നത്. അവിടെയാണ് അവരുടെ സക്സസ്. എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകൾ 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത്? അത് അമ്പലം തകർക്കാൻ വേണ്ടി മാത്രമാണ്. അവർക്ക് അതുകൊണ്ട് വേറൊന്നും നേടാനില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരൊരു ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയസ് പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത്? അവര് സ്വയമായിട്ട് ഒരു സെക്യുലർ പാർട്ടി എന്നുള്ള ഡിസ്ഗൈസിലാണ് ചെയ്യുന്നത്. അവര് നവോത്ഥാനം വരുത്താൻ വേണ്ടി ചെയ്യാന്ന് പറയുന്നത്. എന്നാൽ അതൊന്നല്ല, അമ്പലം തകർക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഹിന്ദുക്കളെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം അവർ റിലീജിയൻ ആയതുകൊണ്ടാണ്. അവരുടെ റിലീജിയൻ പ്രകാരം എല്ലാവരും അവരുടെ ഐഡിയോളജിയിൽ ബിലീവ് ചെയ്യണം. അതാണ് അവരുടെ ആവശ്യം. നമ്മളെല്ലാവരും അത് തിരിച്ചറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയസ് പാർട്ടി. അത് അറിഞ്ഞിട്ട് നമ്മൾ അവരെ അതേമാതിരി ഒരു റിലീജിയന്റെ മാതിരി ട്രീറ്റ് ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടി വലിയ ഒരിക്കലും കമ്മ്യൂണിസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആചാരങ്ങളൊക്കെ തുടരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഗ്രാജ്വലി അവർ തകർക്കും. നമുക്ക് അറിയും കൂടിയില്ല എപ്പോഴാണ് തകർന്നു പോയെന്നുള്ളത്. നമ്മൾ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ്ലി അവെയർ ആയിരിക്കണം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാ റിലീജിയനും ബേസ് ചെയ്യുന്നത് ഇമോഷന്റെ മുകളിലാണ്. എത്രയും ഇമോഷൻ സ്ട്രോങ് ആവുന്നോ അത്രയും റിലീജിയൻ സ്ട്രോങ് ആവും. ഈ ഇമോഷനിൽ നിന്നാണ് വയലൻസ് വരുന്നത്. നമ്മൾ എത്രയും ഇമോഷണൽ ആവണോ അത്രയും വയലൻസിനുള്ള ടെൻഡൻസി കൂടുതലാണ്. കമ്മ്യൂണിസമാണ് ഏറ്റവും ഇമോഷണൽ ആയിട്ട് റിലീജിയൻ. അതുകൊണ്ടാണ് അവർ ഇത്ര വയലന്റ്. അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ച് പപ്പടാക്കണില്ലേ? കാരണം അവർ ഭയങ്കര വോളറ്റൈലും ഇമോഷണലാണ് കമ്മ്യൂണിസം. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസം ആയാലും ഇമോഷണലി തീരെ സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് തീരെ വയലൻസ് കുറവ് വരുന്നത്. കാരണം നമ്മൾ ഇമോഷണൽ ആകുമ്പോഴാണ് ചിന്തിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇമോഷൻ കുറയും തോറും നമ്മൾക്ക് കുറച്ചുകൂടി ലോജിക്കലാണ്. ഏത് ക്രിസ്ത്യൻസ് ഭരിക്കുന്ന കൺട്രി എടുത്താലും അല്ലെങ്കിൽ ഹിന്ദു സ്ഥലത്ത് വയലൻസ് കുറവാണ്. കാരണം ഇമോഷൻസ് കുറവും ലോജിക്ക് കൂടുതലാണ്. ഇമോഷൻസ് കുറയും തോറും റിലീജിയന്റെ വയലൻസിനോടുള്ള എഫിനിറ്റി കുറയും. ഇതിൽ ക്ലാസിക് എക്സാമ്പിള് ഫത്വ ഇറക്കലാണ്. ഇപ്പൊ ഇസ്ലാമില് ഒരു ഫത്വ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം പോക്കാണ്. സൽമാൻ റഷീദ് കാര്യം ആലോചിച്ചു. ഒരു 10-40 കൊല്ലം മുമ്പാണ് ആൾ ബുക്ക് എഴുതിയിട്ട് ആ ഫത്വ വന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പാണ് അമേരിക്കയിൽ ആരോ ആളെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. അതേമാതിരി തന്നെ നുപൂർ ശർമ്മയുടെ എതിരെ ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ എത്ര കൊല്ലായി ഷീസ് ഇൻ ഹൈഡിങ്. പാവം സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പോലും ഒരു നിവൃത്തിയില്ല. ഇറങ്ങിയ ആരാ കൊല്ലെന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുത്തു നോക്കിയോളൂ. ശ്രീ ടി.പി. ചന്ദ്രശേഖരന്റെ എതിരെ ഒരു ഫത്വ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാ വെട്ടിക്കൊന്നത്? അതേപോലെ തന്നെ എം വി രാഘവൻ ഫത്വ ഉണ്ടായിരുന്നില്ലേ? എന്ത് ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്ക് ജീവിക്കാനായിട്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഫത്വ ഇറക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് ഫത്വ ഇറക്കിയുള്ളത് ശ്രീ ഗോവിന്ദനാണ്, ഇമാം ഗോവിന്ദൻ. നിങ്ങൾ ആ ഫത്വ ഒന്ന് കേട്ടു നോക്കൂ. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ ഫത്വ ഇറക്കിയതിനു ശേഷം MLA അൻവറിനെതിരായിട്ടുള്ള ജാഥകളൊന്ന് കേട്ടു നോക്കൂ. കേട്ടില്ലേ? കയ്യും വെട്ടും കാലും വെട്ടും. ഇനി ശ്രീ അൻവറിന് ഒരു നിവൃത്തിയില്ല. കാരണം ഫത്വ ഇറക്കി കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സുധാകരൻ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ഒരു ഫത്വ ഇറക്കി, എന്തുണ്ടാവുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും ആരും നേടി തല്ലാൻ പോകുന്നില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇനി വേറെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്തോളൂ, നടക്കില്ല. ആകെ കൂടി ഇത് നടക്കുന്നത് കമ്മ്യൂണിസത്തിലും സമാധാന മതത്തിലും മാത്രമാണ്. ഫത്വ വന്ന പ്രശ്നമായി. അതുകൊണ്ടാണ് അവർ മതമാവുന്നത്. ശ്രീ അൻവർക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. അദ്ദേഹം മറ്റേ സമാധാന മതത്തിന്റെ കൂടിയാണ്. ഇപ്പൊ 5 പ്രാവശ്യം നിസ്കരിക്കുന്ന ഒരു ട്രൂ മുസ്ലിമായി. അതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു സാധാരണ ഹിന്ദുവോ ക്രിസ്ത്യൻ ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക എന്തായിരിക്കും നില എന്നുള്ളത്. ശ്രീ ഇമാം ഗോവിന്ദൻ പറഞ്ഞതിന് വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റിൽ ആർക്കും ഒന്നുമില്ല. അവരുടെ ഏറ്റവും വലിയ ഇമാമാണ് ശ്രീ ഗോവിന്ദൻ. അവരൊരു ഫത്വ ഇറക്കിയാൽ കഴിഞ്ഞു, കാര്യം കട്ടപ്പുകയാണ്. ഞാനിവിടെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില പോയിന്റ്സ് റേസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് കോളത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ, അറിയാൻ താല്പര്യമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഒരാൾക്കും നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ വെല്ലുവിളിച്ചിട്ട് നിൽക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഫത്വ നമ്മുടെ നേരെ വന്നാൽ നമ്മുടെ കാര്യം ശരിക്കും പോക്കാണ്. ശരിയല്ലേ? ടു റീക്യാപ്പ്, ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള മതം കമ്മ്യൂണിസമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നുള്ളത്. കഴിഞ്ഞ 100 കൊല്ലത്തിനുള്ളിൽ 10 കോടി ജനങ്ങളെയാണ് കൊന്നു നീക്കിയിട്ടുള്ളത്. അവരുടെ റിലീജിയസ് ഓ പൊളിറ്റിക്കൽ എംബിഷൻ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ താല്പര്യം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയി മതമാകുന്നത്? കാരണം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡിസ്ഗൈസിലാണ്. അവർ പറയുന്നത് അവര് ഒരു സെക്യുലർ പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ഫണ്ടമെന്റലിസ്റ്റ് റിലീജിയനാണ് കമ്മ്യൂണിസം. നമസ്കാരം.